യഹൂദ മതം എന്ന് പറയുന്ന മതത്തിൻ്റെ ആ പുറംചട്ട പൊട്ടിച്ച് അതിനകത്തുനിന്ന് സകല ജനങ്ങളെയും, ദൈവത്തിൻ്റെ ജനങ്ങളെയെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാനായി ആ കാലഘട്ടത്തിൽ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ജീസസ് ആയിരുന്നു. ഇനി ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഓരോ ദേശത്ത് ഓരോ സമയത്ത് ഇതുപോലെയുള്ള അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീനാരായണ ഗുരുവോ വിവേകാനന്ദനോ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഇത്തരത്തിൽ ഒരു സമൂഹത്തെ അടിമത്വത്തിനകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന വ്യക്തികൾ തന്നെയാണ്. പക്ഷെ അവരെയൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തത്, ഇവർ ചെയ്തത് ഇന്നതായിരുന്നു എന്ന് മനസ്സിലാക്കിയത് അവരുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്. ഇതായിരുന്നു അവരുടെ അന്നത്തെ പ്രവർത്തനം. അപ്പോൾ എപ്പോഴും നമുക്ക് ട്യൂബ്ലൈറ്റാണ്, പലതും പെട്ടെന്ന് കത്തത്തില്ല. അവരുടെയൊക്കെ കാലം കഴിഞ്ഞ് വർഷങ്ങളോ നൂറ്റാണ്ടുകളോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്കിത് കത്തുന്നത്. അന്ന് നമ്മൾ അവർക്ക് ദൈവിക പരിവേഷം കൊടുത്ത് ചില്ലുകൂട്ടിനകത്തും ഫോട്ടോയ്ക്കകത്തും പൂജാമുറിക്കകത്തും ഒക്കെ സ്ഥാനം കൊടുക്കും. പക്ഷെ അവർ ജീവിച്ചിരിക്കുമ്പം തിരിഞ്ഞു നോക്കത്തില്ല, ആട്ടലും തുപ്പലും അവഗണനയുമായിരിക്കും. സോ ഇങ്ങനെ ദൈവം അപ്പോയിൻറ്റ് ചെയ്ത ഓരോ വ്യക്തികൾ പല കാലഘട്ടങ്ങളിൽ ഈ ചട്ടക്കൂട് പൊളിച്ച് ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിയോഗിച്ച് അവതരിച്ചിട്ടുണ്ട്. മതം കിഡ്നാപ്പ് ചെയ്ത് വെച്ച്, ആ പദം അങ്ങനെയാണ്, ഓരോ പദത്തിനും ഭയങ്കര ആത്മീയ അർത്ഥമുണ്ട്. കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികളെ ആ കിഡ്നാപ്പിനകത്തു നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ റിലീജിയസ് ബൈൻഡിങ്ങിനകത്തുനിന്ന് മോചിപ്പിക്കാനായിട്ട്, ശരിക്കുമുള്ള അവകാശത്തിനകത്തേക്ക്, ശരിക്കുമുള്ള ആ ഒരു പ്രിവിലേജിനകത്തേക്ക് ഈ വ്യക്തികളെ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഈ ബോണ്ടേജിൽ നിന്ന് പൊട്ടി ലിബറേഷനിലേക്ക് വന്നാലും, ആ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നാലും, ഞാനിപ്പോൾ സ്വാതന്ത്ര്യത്തിൽ എത്തിയെന്ന് ആ വ്യക്തി മനസ്സിലാക്കണം. ബോണ്ടേജിലായിരുന്ന ലൈഫ് സ്റ്റൈൽ അല്ല ഇനി ഞാൻ അനുവർത്തിക്കേണ്ടത്, ഇവിടെ ഒരു ഫ്രീഡത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇവിടെ എല്ലാം ചോദിച്ച് അനുവാദം മേടിച്ച് അങ്ങനെ ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസിഷൻ എടുക്കേണ്ടത് ഞാനാണ്, എനിക്കതിനുള്ള അതോറിറ്റി ഉണ്ട്, അതിനുള്ള പ്രിവിലേജ് ഉണ്ട്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മാറണം, തോട്ട് പ്രോസസ്സ് മാറണം, ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ വരണം, ആ അതോറിറ്റി വെളിപ്പെടണം. സോ അതിന് വേണ്ടിയിട്ട് അവൻ സജ്ജമാകണം. ഇങ്ങനെ ഒത്തിരി പ്രോസസ്സുകൾ ഈ ബോണ്ടേജ് പൊട്ടി വെളിയിൽ വരുന്ന വ്യക്തി മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മതം എന്ത് ചെയ്യും? അടിമത്വത്തിനകത്ത്, ബോണ്ടേജിനകത്ത്, ആ ഒരു കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സിസ്റ്റത്തിനകത്ത് നിന്ന് ഒരു വ്യക്തിയെ കൊണ്ടുവരാനായിട്ട്, പുറത്ത് കൊണ്ടുവരാനായിട്ട് ഒരു വ്യക്തി ശ്രമിക്കുമ്പോൾ ഈ മതത്തിൻ്റെ വക്താക്കളെല്ലാം നഖശികാന്തം കടിച്ചു കീറാനായിട്ട്, ആ വ്യക്തി ഇല്ലായ്മ ചെയ്യാനായിട്ട് എത്രത്തോളം ബലം സംഹരിച്ച് അവനെ നശിപ്പിക്കാൻ പറ്റുമോ അതിനെല്ലാം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും.